ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റായും ഡിന്നറായും കഴിക്കാവുന്ന ഒരു അടിപൊളി സ്പോഞ്ചി ഊത്തപ്പമാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന്. നമ്മൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റായി തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത് നല്ല സ്പോഞ്ച് പോലെയുള്ള റവ ഊത്തപ്പമാണ്. റവ ഊത്തപ്പം തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി നമ്മളിവിടെ ഒരു ബൗള് നിറയെ റവ എടുത്തിട്ടുണ്ട്. വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏത് റവ വേണമെങ്കിലും നമുക്കിതിന് വേണ്ടി യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഈ ബൗളിലെ റവ മുഴുവനായിട്ടും ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുക്കാം. റവ മുഴുവനായിട്ടും നമ്മൾ ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ റവയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടും പുളിയില്ലാത്ത തൈരാണ്. പുളിയുള്ള തൈരാണ് ചേർക്കുന്നതെങ്കിൽ പുളിക്കനുസരിച്ച് മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള വെള്ളം കൂടിയാണ്. വെള്ളം കൂടി പോവാതെ ശ്രദ്ധിക്കുക. 3/4 ഗ്ലാസ് മാത്രം വെള്ളമാണ് നമ്മൾ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ബ്ലെൻഡർ അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബ്ലെൻഡറിൽ നിന്ന് ഈ ഒരു ബൗളിലേക്ക് മുഴുവനായിട്ടും ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കാം. ബാറ്റർ മുഴുവനായിട്ടും നമ്മൾ ഈ ബൗളിലേക്ക് ഷിഫ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു തരത്തിൽ നിങ്ങൾ റവ ഉത്തപ്പം ഇതുവരെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സ്പോഞ്ച് പോലെ ആയിരിക്കും നമ്മുടെ റവ ഉത്തപ്പം. നമ്മൾ ദോശമാവൊന്നും ഉണ്ടാക്കാത്ത ദിവസങ്ങളിൽ പെട്ടെന്ന് തന്നെ രാവിലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് ഈ റവ ഊത്തപ്പം. ഇപ്പം നമ്മൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ദോശമാവിൻ്റെ ഒരു പരുവത്തിലാണ് ഈ ബാറ്ററി ഇരിക്കേണ്ടത്. ഇതേ തരത്തിൽ ആയി കിട്ടണം. ഇനി നമുക്കിതൊരു അരമണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നമ്മുടെ പാൻ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഇതിൽ നിന്നും ഓരോ തവിയായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ ഇതിൽ നന്നായിട്ട് ഹോൾസ് വരും. ഹോൾസ് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരൽപ്പം സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരൽപ്പം ടൊമാറ്റോ ചെറുതായിട്ട് കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. ഇനി നമുക്കിത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. 1 മിനിറ്റ് കഴിയുമ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കുക. അപ്പോഴേക്കും ഇത് കുക്കായിട്ടുണ്ടാകും. അതിനുശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ഒരൽപ്പം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു സ്പൂണ് വെച്ച് ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ തിരിച്ചിടുന്ന സമയത്ത് ഇതൊന്നും പുറത്ത് പോവാതിരിക്കാൻ വേണ്ടിയാണ് സ്പൂണ് വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഒരു ഊത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്പോഞ്ച് പോലെയാണ് നമ്മുടെ റവ ഊത്തപ്പം ഇരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് തൈര് ചട്നി അതല്ലെങ്കിൽ പുതിന ചട്നി ഇതെല്ലാം അടിപൊളി കോമ്പിനേഷൻ ആയിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ഊത്തപ്പവും കൂടി ചുട്ടെടുക്കാം. നമ്മുടെ സൂപ്പർ റവ ഊത്തപ്പം തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോകളും റെസിപ്പികളും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അല്ലാ വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.